സുഹൃത്തുക്കളെ ജസീമാണ്. പിന്നെ ഇപ്പോൾ ചോറോട്ട് കൂടി ഇപ്പോൾ ഒരു പഞ്ചായത്ത് കൂടി ഒരു ജീപ്പ് നടക്കുന്നുണ്ട്. CPM-ൻ്റെ വണ്ടിയാണ്. അതിൽ പറയുന്നത് കട്ടുമുടിച്ച ഭരണം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കട്ടുമുടിച്ച ഭരണം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ 10 വർഷത്തെ ഭരണമാണെന്ന് ആരും കരുതരുത്. കാരണം ഓല വണ്ടി നടക്കുന്നത് അപ്പോൾ ഒരു പഞ്ചായത്തിനെ പറ്റിയാണ്. ഒരു പഞ്ചായത്തിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കട്ടുമുടിച്ചതിൻ്റെ ഭരണം കേട്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ മുമ്പ് 5 വർഷം ഒരു പഞ്ചായത്ത് CPM ഭരിച്ചിരുന്നു. കേരളത്തിലും CPM ഭരിച്ചിരുന്നത്. പിറ്റേ ഇലക്ഷൻ വന്നപ്പോൾ ഒരു പഞ്ചായത്തിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോറ്റവരാണ് CPM. എന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ പഞ്ചായത്തുകളിൽ നിന്ന് വികസന ഫണ്ട് ഇറക്കിയത് ഏത് പഞ്ചായത്തേക്ക് വന്നതിന് ഏറ്റവും കൂടുതൽ വികസനം ചിലവഴിച്ചത് പോരൂർ പഞ്ചായത്തിൽ നിന്നാണ് 1ാം സ്ഥാനം. കേരളത്തിൽ 1ാം സ്ഥാനമായിട്ടുള്ള പഞ്ചായത്ത് പോരൂർ പഞ്ചായത്താണ്. വികസന ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് വികസന ഫണ്ടായിട്ട് ഇറക്കിയത്. അതിന് 1ാം സ്ഥാനമാണ് പോരൂർ പഞ്ചായത്തിന്. പിന്നെ 14ാം വാർഡ് ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ 5 വർഷത്തെ ഒരു ബാക്കിൽ ഒരു 25-30 വർഷം CPM-ൻ്റെ ആൾക്കാരാണ് അവിടെ ഭരിച്ചിരുന്നത്. അവിടുത്തെ ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. 14ാം വാർഡ് വരുന്നത് ഇപ്പോൾ പുതിയ വാർഡ് എത്ര എനിക്കറിയില്ല. കഴിഞ്ഞ 14ാം വാർഡ് വട്ടണംകൊണ്ടും വീതൻശ്ശേരിൻ്റെ തെക്കേതാലൊക്കെ ഉൾപ്പെടുന്ന ഭാഗം. ആ 30 വർഷത്തെ ഭരണം അവിടെ CPM-ൻ്റെ മെമ്പർമാരെന്താ കാട്ടിയെന്നുള്ളതും ഓൾക്ക് എന്തൊക്കെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതും ഇപ്പോൾ ഭാവമായിട്ടും വന്നിട്ട് എന്താണ് അവിടെ വികസനം വന്നതെന്നുള്ളതും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയും. ഇവിടെ വികസനം വന്നിക്കണോ ഇല്ലേ എന്നൊക്കെ ജനങ്ങൾക്ക് അറിയും. ഇത്രയും കാലം ഒരു പഞ്ചായത്ത് ഒരട്ടായിട്ട് ഒരു മാർച്ച് എന്തോ ഒരു ചെറിയ സംഭവം CPM-മാർ നടത്തിക്കണമെന്നല്ലാതെ ഒരു മെമ്പറെ കുറിച്ചോ അഴിമതി കേസോ ഒന്നും പറയാല്ലാത്ത പഞ്ചായത്താണ് പോരൂർ പഞ്ചായത്ത്. ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയണത് കട്ടുമുടിച്ച ഭരണം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പോരൂർ പഞ്ചായത്തിൻ്റെ ഭരണമാണ് ഏത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് 2 ബോക്സൊക്കെ കെട്ടി ഇതൊക്കെ പറഞ്ഞെടുക്കുമ്പോഴേ ജനങ്ങൾക്കൊക്കെ എല്ലാം അറിയും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഏറ്റവും വലിയ തോൽവി നിങ്ങൾ തോറ്റത്. കാരണം കേരളം നിങ്ങളെ കയ്യിലേനി, പോരൂർ പഞ്ചായത്ത് നിങ്ങളെ കയ്യിലേനി. പിറ്റത്തെ ഇലക്ഷന് 2-3 മെമ്പർ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത്രയും വലിയ തോൽവിയാണ് നിങ്ങൾ തോറ്റിരുന്നത്. നിങ്ങൾ ഇങ്ങനെ വച്ച നുണ കെട്ടി നടന്ന് പറയുമ്പോഴേ പറയാൻ തോന്നി. വീണ്ടും പറയണത് തെറ്റിദ്ധരിക്കേണ്ട, പോരൂർ പഞ്ചായത്തിനെ പറ്റിയാണ് പറയണത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കേട്ടു നോക്കി പോലെ എന്താ പറയണമെന്നുള്ളത്. പച്ച നുണ പറയാണ്.